ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഹോണ്ടയുടെ പുതിയൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് ഈ ഒരു ബൈക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഹോണ്ടയുടെ പുതിയ ADV വന്നത്. അതൊരു 500cc ഉള്ള മോഡലാണ്, പക്ഷേ സിംഗിൾ സിലിണ്ടർ മോഡലല്ല, ടിൻ സിലിണ്ടർ മോഡലാണ്. CB500Xൻ്റെ റീപ്ലേസ് മോഡലായിട്ടുള്ള NS500 ആണ്. ആ ഒരു ബൈക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു CC കുറഞ്ഞ മോഡൽ വരാൻ ചാൻസ് ഉണ്ടോ എന്ന്. അതായത് ഒരു സിംഗിൾ സിലിണ്ടർ മോഡൽ ഒരു ADV മോട്ടോർ സൈക്കിളാണ് ഹോണ്ട അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യയിലെ അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളും നല്ല സെയിൽസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്പൾസിനും V-Storm, പിന്നെ KTMൻ്റെ 250 മോഡലുണ്ട്, 390 മോഡലുണ്ട്, പിന്നെ GS ഉണ്ട്, ഇപ്പോൾ ഇറങ്ങിയ ഹിമാലയൻ 450. അപ്പോൾ എല്ലാ മോട്ടോർ സൈക്കിളും നല്ല സെയിൽസ് ഡിമാൻഡൊക്കെ വരുന്നുണ്ട്. ഇത്രയും കമ്പനികൾ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്ക് ഹോണ്ടയുടെ ബൈക്കാണ്. ഹോണ്ടയുടെ ബൈക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റിഫൈൻഡ് എഞ്ചിൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹോണ്ടയുടെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിൻ്റെയും എഞ്ചിൻ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ അതേ എഞ്ചിനുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇത് നമ്മുടെ CB350ൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ഈ ഒരു ADV മോട്ടോർ സൈക്കിളിൻ്റെ പേറ്റന്റ് പിക്ചർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു പേറ്റന്റ് പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് എക്സാക്ട്ലി ഹിമാലയൻ പോലെ തന്നെയാണ്. നമ്മളെ ST അഡ്വഞ്ചർ ഇറങ്ങുമ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ഹിമാലയൻ്റെ കോപ്പിയാണെന്നാണ്. പക്ഷേ ആ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ പഴയ ഹിമാലയൻ പോലെ തോന്നുന്നുണ്ടെങ്കിലും അതേ ഒരു ടൈപ്പിലുള്ളൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല, കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. പിന്നെ ADV മോട്ടോർ സൈക്കിൾ മാത്രമല്ല, ഒരു സ്ക്രാമ്പിൾഡ് മോട്ടോർ സൈക്കിളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എഞ്ചിൻ വരാൻ പോകുന്നത് ഹോണ്ടയുടെ CBRSലും ഹൈനസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതൊരു 348cc എയർ കൂൾ എഞ്ചിനായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് അത്ര മുകളിലേക്ക് പോകില്ല. ഹോണ്ട ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. ഹോണ്ടയുടെ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും നല്ല പ്രൈസ് വരുന്നുണ്ട്. ഹോണ്ടയുടെ CB200Xന് ഏകദേശം 2 ലക്ഷത്തിന് അടുപ്പിച്ച് പ്രൈസ് വരുന്നുണ്ട്. ആ ഒരു ബൈക്കിന് വലിയ കാര്യമായിട്ടുള്ള വലിയ അപ്ഡേറ്റും വന്നിട്ടില്ല. ഈ ഒരു ഹോണ്ടയുടെ ADV മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025-ലാണ്. വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഈ ഒരു ബൈക്കിന് വലിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു പേറ്റന്റ് പിക്ചർ മാത്രമാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്.